അപ്പനെ കണ്ടിട്ടേ മകനെ ദർശിക്കേണ്ടതുള്ളൂ എന്നാണ്. ത്രേതായുഗത്തിൽ തന്നെ സ്വയംഭൂവായിട്ടുള്ള ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ശ്രീ പെരളശ്ശേരി ശിവ ക്ഷേത്രം കുഞ്ഞിമൂലോത്ത്. ത്രേതായുഗത്തിൽ ശ്രീരാമപാദസ്പർശമേറ്റ പുണ്യഭൂമിയിലാണ് ശ്രീ പെരളശ്ശേരി കുഞ്ഞിമൂലോത്ത് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരി സ്കൂളിൻ്റെ അരികിലായിട്ടാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൽ മഹാദേവനാണ് മുഖ്യപ്രതിഷ്ഠ, കൂടെ ബാലഗണപതിയും ഉണ്ട്. പെരളശ്ശേരി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായാണ്. കിഴക്ക് ദർശനമായാണ് മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനം നൽകുന്നത്. ശിവഭഗവാനും സ്കന്ദനും നേർക്കുനേർ കാണുന്ന വിധത്തിലാണ് രണ്ട് ക്ഷേത്രങ്ങളിലെയും മുഖ്യപ്രതിഷ്ഠ. ത്രേതായുഗത്തോളം പഴക്കമുള്ള ഈ രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിൽ പ്രതിഷ്ഠകൾ തമ്മിൽ അത്രയേറെ പ്രാധാന്യമുണ്ട്. അപ്പനെ കണ്ടിട്ടേ മകനെ ഭക്തർ ദർശിക്കേണ്ടതുള്ളൂ എന്ന പ്രശ്നചിന്താഗതിയിൽ കുഞ്ഞിമൂലം ശിവക്ഷേത്രത്തിലെ ഭഗവാനെ തൊഴുതാണ് ഭക്തർ സുബ്രഹ്മണ്യ സന്നിധിയിൽ പോയി മുരുകൻ്റെ അനുഗ്രഹത്തിനായി തൊഴേണ്ടത്. 4 വയസ്സോളം പോന്ന ഒരു ആൺകുഞ്ഞിൻ്റെ സംസാരശേഷി പെട്ടെന്ന് ഒരു ദിനം നിന്നു പോവുകയും പ്രതിവിധി അന്വേഷിച്ചപ്പോൾ ഉണ്ണി ഗണപതിക്ക് യഥാവിധി വഴിപാട് കഴിക്കണമെന്ന് അറിഞ്ഞ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിമൂലം ശിവക്ഷേത്രത്തിലെ ഉക്കത്ത് ഉണ്ണി ഗണപതിക്കുള്ള പ്രധാന വഴിപാട് എന്താണെന്ന് മേൽശാന്തിയോട് ആരായുകയും ചെയ്തു. ഒരു വാരം ദിനം പ്രതി ഉണ്ണി ഗണപതിക്ക് കദളിപ്പഴം നേദിക്കാൻ മേൽശാന്തി പറയുകയും ചെയ്തു. തൽഫലമായി കുഞ്ഞിന് മഹാത്ഭുതമെന്നോണം ഉണ്ണി ഗണപതിയുടെ അനുഗ്രഹം ലഭിക്കുകയും സംസാരശേഷി വീണ്ടും കിട്ടുകയും ചെയ്തു. ശിവഭഗവാന്റെ വലത്ത് ഭാഗത്തായിട്ടാണ് ക്ഷിപ്രപ്രസാദിയായ ഉണ്ണി ഗണപതിയുടെ പ്രതിഷ്ഠ. മഹാദേവൻ്റെ ഉക്കത്ത് ഗണപതി ഭഗവാൻ ഇരുന്നതിനാൽ ഉക്കത്ത് ഗണപതി എന്ന് ഉണ്ണി ഗണപതി ഇവിടെ അറിയപ്പെടുന്നു. ഉണ്ണി ഗണപതി ആയതിനാൽ തന്നെ കുഞ്ഞുങ്ങളോട് ക്ഷിപ്രപ്രസാദിയാണ് ഗണപതി ഭഗവാൻ ഇവിടം. കുഞ്ഞുങ്ങളെ ആനന്ദചിത്തനായി ഗണപതി ഭഗവാൻ ഇവിടം അനുഗ്രഹിക്കുന്നു എന്നാണ് സങ്കല്പം. എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച ഇവിടെ അന്നദാനം ഭക്തർക്ക് നൽകുന്നുണ്ട് എന്നത് വേറെ സവിശേഷതയാണ്. ഉണ്ണി ഗണപതിക്കുള്ള പ്രധാന വഴിപാടുകളാണ് കൊമ്പ് സമർപ്പണം, ഒറ്റ നിവേദ്യം, രൂപങ്ങൾ ഒപ്പിക്കൽ, തേങ്ങമുട്ട്, ഗണപതി ഹവനം, നെയ്വിളക്ക്, എണ്ണ നേദിക്കൽ എന്നിവ. ഉണ്ണി ഗണപതി സങ്കല്പമായതിനാൽ മനസ്സറിഞ്ഞു തൊഴുന്ന ഭക്തരെ ഉണ്ണി ഗണപതി ക്ഷിപ്രപ്രസാദിയായി അനുഗ്രഹം ചൊരിയുന്നു. ശിവഭഗവാനുള്ള വഴിപാടുകളാണ് ജലധാര, ഇളനീർധാര, ക്ഷീരധാര, ശംഖാഭിഷേകം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, നെയ്യമൃത്, കൂവളമാല, തുളസിമാല ചാർത്തൽ, രുദ്രാഭിഷേകം, എള്ളെണ്ണ നേദിക്കൽ, പിൻവിളക്ക്, നിറമാല, ഉമാമഹേശ്വര പൂജ എന്നിവയൊക്കെ. പ്രസാദമായി ത്രിമധുരം, പാൽപ്പായസം, നെയ്പായസം എന്നിവയും വഴിപാടായി കഴിപ്പിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ